ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ രാവിലെ എണീറ്റു, നേരെ വന്നത് ബാൽക്കണിയിലേക്കാണ്. കാരണം വെച്ചാൽ ഇവിടെ നല്ല അടിപൊളി വ്യൂ ആണ് രാവിലെ. അപ്പോൾ അതൊക്കെ കണ്ട് ഞാനിങ്ങനെ നേരെ പോയി പല്ലൊക്കെ തേച്ച് ഒന്ന് ഫ്രഷ് ആകാമെന്ന് വിചാരിച്ചു. പല്ലൊക്കെ തേച്ച് നേരെ പോകുന്നത് എക്സസൈസ് ചെയ്യാനാണ്. എക്സസൈസ് അധികമൊന്നും ആയിട്ടില്ല തുടങ്ങിയിട്ട്, വളരെ കുറച്ച് ആയിട്ടേ ഉള്ളൂ തുടങ്ങിയിട്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ BMI ഒരു ബോർഡർ ലൈൻ ആണ്. ഞാൻ ഈ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. വെയിറ്റും ഹൈറ്റും കൂടെയൊക്കെ ഒന്ന് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് എക്സസൈസ് എപ്പോഴും ചെയ്യുന്നത് നല്ലതല്ലേ. അധികമൊന്നുമില്ല, ഒരു 30 മിനിറ്റ് പിന്നെ ഫോണിലൊക്കെ നോക്കി എക്സസൈസ് ചെയ്യും, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പം എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങിയതാണ്. കുറച്ച് നെല്ലിക്ക ജ്യൂസ് വെറും വയറ്റിൽ രാവിലെ കുടിക്കാനായിട്ട്. നെല്ലിക്ക ഒരു 1-2 എണ്ണമൊക്കെ എടുക്കും. എന്നിട്ട് അതിൽ കുറച്ച് ഇഞ്ചിയും 2 കരിവേപ്പിലയും പിന്നെ കുറച്ച് വെള്ളവും ഇച്ചിരി ഉപ്പും ഇട്ട് ആക്കി നല്ല ഒരു 3 ഗ്ലാസ് ആക്കാറുണ്ട്. കാരണം വെച്ചാൽ ഇവിടെ അമ്മയും അനിയനും ഞാനും കൂടെ ഉള്ളത് കൊണ്ട് അവർക്ക് 3 ആൾക്കും കൂടെ ഉള്ളത് ആക്കി കുടിക്കാറുണ്ട്. കാരണം ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് ഷുഗർ ഉള്ളത് കൊണ്ട് തന്നെ കൊടുക്കാറുണ്ട്. അങ്ങനെ അതും കുടിച്ച് കുറച്ച് സമയമൊക്കെ ഉറങ്ങി. ഉച്ചയായപ്പോഴത്തേക്കും ഷീറ്റ് അടിക്കാനായിട്ട് പോകാനുള്ള നേരമായി. അപ്പം ഷീറ്റ് എടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. പാലൊക്കെ എടുക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഷീറ്റൊക്കെ അടിക്കാനിവിടെ അടുത്തൊരു വീട്ടിലാണ്. നമുക്ക് ഇച്ചിരി അങ്ങോട്ട് നടന്ന് പോകാനുണ്ട് ഷീറ്റ് അടിക്കാനായിട്ട്. അപ്പം അമ്മ ഇത് ഷീറ്റൊക്കെ എടുത്ത് ഓരോ ഡിഷിലോട്ട് വെക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നേരെ നടന്ന് ഷീറ്റ് അടിക്കുന്ന വീട്ടിൽ ചെന്ന് ഷീറ്റ് അടിച്ച് തിരിച്ചു വരുവാണ്. കുറച്ച് നമുക്ക് അങ്ങോട്ട് ഇച്ചിരി നടന്ന് പോകാനുണ്ട് വീട്ടിലോട്ട്. അപ്പം നടന്ന് പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര രസമാണ്. നമ്മുടെ വീട്ടിലൂടെ പക്ക ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് വീടുകളൊന്നുമില്ല, കുറച്ച് വീടുകൾ. അപ്പം അങ്ങനെ വീടുകളൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ നടന്നു പോകണം. അതിൻ്റെ ഇടയ്ക്ക് അമ്മ അവിടെയുള്ള ചേച്ചിയോട് വർത്തമാനമൊക്കെ പറയുന്നുണ്ട്. ഞാനപ്പോൾ അങ്ങനെ പോകുമ്പം ഇത് കണ്ടോ, കമ്പിളി നാരങ്ങ എന്നാണ് നമ്മളിതിന് പറയാറ്. ഒരു നല്ല ചുവപ്പ് നിറമുള്ള സാധനമാണ്. അപ്പം നേരെ വീട്ടിൽ വന്നു. നമ്മുടെ സിംബയും ലോറയാണ് കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് സമയം നിന്ന് ഒന്ന് കളിപ്പിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ചോറ് കഴിക്കാൻ നേരമായി. അപ്പം ചോറൊക്കെ വിളമ്പിയിരിക്കുന്ന ഭാഗമാണിത്. ഇതാണ് കേട്ടോ എൻ്റെ ചോറ് കഴിക്കുന്ന പ്ലേറ്റ്. കറി ഉച്ചയ്ക്ക് നല്ല ഉണക്കച്ചമ്മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി അച്ചാറും പിന്നെ മുട്ടയും കുറച്ചധികം തന്നെ എടുത്തു. കാരണം വെച്ചാൽ ഞാൻ ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുകയുള്ളൂ ഫുഡ്. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും നേരെ ഒന്ന് പുറത്ത് പോയി ചായ കുടിക്കാൻ തീരുമാനിച്ച് നേരെ പുറത്ത് പോയി ചായ കുടിക്കുന്ന ഭാഗമാണ്. നല്ല മുളക് ബജ്ജി കിട്ടും. മുളക് ബജ്ജിയും കഴിച്ച് വീട്ടിലോട്ട് പോകുന്ന ഭാഗമാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ.